ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനങ്ങൾ അനുഭവിക്കുക, ഭർത്താവ് ഉപദ്രവിക്കുക, അവിടെയുള്ളവർ പരിഹസിക്കുക, ഇതെല്ലാം പഴയ സിനിമകളിലും സീരിയലുകളിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചില വീടുകളിലും മുമ്പൊക്കെ ഇതുപോലെ സംഭവങ്ങൾ നടന്നതും കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നും ഇതൊക്കെ നടക്കുന്നു എന്നറിയുമ്പോഴാണ്, നമ്മളൊക്കെ എല്ലാം കാലത്തിനൊത്ത് മാറിയപ്പോഴും ഇന്നും ഇതൊക്കെ മാറാതെ നിലനിൽക്കുന്നു എന്നറിയുമ്പോഴാണ് അത്ഭുതപ്പെടുന്നത്. ഏറ്റുമാനൂരിൽ വളരെ ശാന്തമായി ഒഴുകുന്ന മീനച്ചിലാറിൽ 2ഉം 5ഉം വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞുങ്ങളുമായി ചാടി ആത്മഹത്യ ചെയ്ത ജിസ്മോളുടെ കരളലിയിപ്പിക്കുന്ന ജീവിതവും ജീവിതാവസാനവുമാണ് ഇന്നീ വീഡിയോയിലുള്ളത്. അഭിഭാഷകയായ ജിസ്മോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന അമ്മ മരണപ്പെട്ടപ്പോഴാണ് പഞ്ചായത്ത് മെമ്പറായത്. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി. ആ സമയത്താണ് ജിസ്മോളുടെ കല്യാണം നടക്കുന്നത്. ഭർത്താവ് ജിമ്മി. സ്വത്തുക്കളോ സ്വർണമോ ഒന്നും വേണ്ട, കുട്ടിയെ മാത്രം മതി എന്നായിരുന്നു കല്യാണാലോചന വന്നപ്പോൾ ജിമ്മിയുടെ വീട്ടുകാർ ആവശ്യപ്പെട്ടത് എന്ന് ജിസ്മോളുടെ കൂട്ടുകാരി നിളയാണ് വെളിപ്പെടുത്തിയത്. ഇവളുടെ അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ പയ്യന്റെ വീട്ടുകാർക്ക്. അപ്പൊ അവൾ അവിടെ ഇട്ട് ശരിക്ക് അപമാനിച്ചു. അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനും ഒക്കത്തില്ല. അപ്പൊ ഇതിന്റെ പേരിലാണ് അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നാത്തൂനോ ഒക്കെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവളെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കി. പുള്ളിക്കാരിയുടെ കല്യാണ സമയത്ത് ഞാനാണ് ഈ പയ്യനോട് സംസാരിച്ചതും ഒക്കെ ഞാനും കൂടെയാണ്. അപ്പം അന്നേ ഇവര് വലിയ പണക്കാരാണ്, ഇവള് ഒരു സാധാരണ ഫാമിലിയാണ്. അപ്പൊ അന്നേ ഞങ്ങൾ ചോദിച്ചായിരുന്നു ഇത് എങ്ങനെ ശരിയാവുമെന്ന്. അപ്പൊ അവര് പറഞ്ഞത് അവരുടെ ജാതിയിൽ ഇങ്ങനെ സ്ത്രീധനം ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കല്യാണം നടത്തിയത്. പക്ഷേ സ്ത്രീധനത്തിന്റെ പേര് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ പറയായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. അതാരാണ്, ഭർത്താവാണോ അതോ? അതായത് ഭർത്താവ് അടിക്കുമായിരുന്നു. അത് എന്റെ അടുത്ത് ഒരിക്കലേ പറഞ്ഞിട്ടുള്ളൂ ഭർത്താവ് അടിച്ചത്. വീട്ടിൽ നല്ല പ്രശ്നങ്ങളായിരുന്നു. അതായത് ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ വീട്ടില് ഭയങ്കര പ്രശ്നങ്ങൾ. ഇവളുടെ അച്ഛൻ 2ാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്കത് അംഗീകരിക്കാൻ വയ്യ, ഈ പയ്യന്റെ വീട്ടുകാർക്ക്. അപ്പൊ അവൾ അവിടെ ഇട്ട് ശരിക്ക് അപമാനിച്ചു. അത് പക്ഷെ അവൾക്ക് അവളുടെ അച്ഛനോട് പറയാനും ഒക്കത്തില്ല. അപ്പൊ ഇതിന്റെ പേരിലാണ് അങ്ങനെ അവിടെ വെച്ച് ഈ ചേട്ടത്തിമാരോ എന്തൊക്കെയോ നാത്തൂനോ ഒക്കെ കുറെ എന്തോ പറഞ്ഞു. അതിന്റെ പേരിൽ അവളെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അങ്ങനെ അതായത് അവളുടെ അച്ഛന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസത്തിനകം, കല്യാണം നടക്കുന്ന ആ സമയങ്ങളിലും ആയിട്ട്. ഇല്ല അവള് സെറ്റോ നെറ്റ് ഒരു പരീക്ഷ പഠിക്കാൻ വേണ്ടിട്ട് എറണാകുളത്ത് പോയി നിന്നു. ഈ കുട്ടികളെ കുഞ്ഞുമായിട്ടോ? ഇല്ല, കുഞ്ഞിനെ ഇട്ടിട്ട്, കുഞ്ഞിനെ അവർ കൊടുത്തില്ല. ഓ ശരി. അങ്ങനെ അവള് എറണാകുളത്ത് ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചപ്പോ അവള് പറഞ്ഞു ഞാൻ എറണാകുളത്താണ്. അപ്പൊ ഞാൻ ചോദിച്ചു കൊച്ചിനെ ഇട്ടിട്ട് നീ എന്തിനാ പോയി നിൽക്കുന്നേ? അന്നേരം പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, പൊയ്ക്കോന്ന് പറഞ്ഞു. കൊച്ചിനെ കൊടുത്തു വിട്ടില്ല, കൊച്ചിനെ അവര് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര നിലവിളിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ജിമ്മി വിളിക്കാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അടിച്ചത് ഉപദ്രവിച്ചൊന്നും പറഞ്ഞില്ല. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, പുറത്താക്കിയിരിക്കുകയാണ്, അങ്ങനെ ചെല്ലാമൊക്കെ. അങ്ങനെ പറഞ്ഞാലും തരക്കേടില്ലാത്ത സ്വർണവും പണവും നൽകി തന്നെയാണ് ജിസ്മോളുടെ അച്ഛൻ മകളെ ജിമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചത്. എന്നാൽ വിധി എന്നത് വേറൊന്നായിരുന്നു. പണവും സ്വർണവും കണക്ക് പറഞ്ഞ് ജിമ്മിയുടെ അമ്മ ജിസ്മോളെ ശല്യപ്പെടുത്താൻ തുടങ്ങി. എല്ലാം ശരിയാവും എന്ന് വിശ്വസിച്ച് ആ വീട്ടിൽ നിന്ന് ജിസ്മോൾക്ക് പിന്നീട് ശാരീരിക പീഡനങ്ങളും മാനസിക പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നു. തൻ്റെ വീട്ടിൽ ഈ വിവരങ്ങളൊന്നും പറഞ്ഞതുമില്ല. എന്നാൽ പീഡനം സഹിക്കാൻ കഴിയാതെ ആയപ്പോൾ വീട്ടിൽ പറയേണ്ടി വന്നു ജിസ്മോൾക്ക്.
അപ്പോഴേക്കും ജിസ്മോളുടെ ജാതകം കുറിക്കപ്പെട്ടിരുന്നു. കല്യാണം കഴിച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഉടനെ ഇവർ വന്ന് കളറ് കുറവാണ്, അത് കുറവാണ്, പിന്നെ ഇതില്ല, അങ്ങനെ പ്രശ്നമായി. 2 പ്രാവശ്യം പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വരാൻ ചെന്നു. എന്നിട്ട് ഇവള് പോരിയല്ല. ഇവള് പറയുന്നത് പപ്പ ഞാൻ നോക്കിക്കോളാം. അപ്പോഴും ഞാൻ ചുമ്മാ പറയും, ഈ നാട്ടിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കൊച്ചു ആത്മഹത്യ അതിനെക്കുറിച്ച് ഞാനോ പപ്പായോ ഓർത്ത് ആത്മഹത്യ ഒരിക്കലും ഇല്ല. തന്നെയല്ല, പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഡൈവേഴ്സൊക്കെ ആയി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷണലി അത് ബാധിക്കും. ഞാനൊരു അഡ്വക്കറ്റാണ്, കുടുംബക്കോടതി ബാധിക്കുന്നതാണ്. അപ്പം കൗൺസിലിനൊക്കെ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കില്ല നിൻ്റെ കുടുംബം എങ്ങനെയാക്കിയിട്ട് എന്നെ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും പപ്പ പേടിക്കണ്ട, ഞാൻ ആത്മഹത്യ ചെയ്യല്, എൻ്റെ ഇതൊക്കെ തീർന്നോളും, ചേട്ടായി നേരെയാകും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി എന്നും പറഞ്ഞ് അങ്ങനെയായിരുന്നു. ഈ കല്യാണം നമുക്ക് എങ്ങനെയാ ആലോചനയൊക്കെ നമ്മൾ അറിയുന്ന ഫാമിലി ആയിരുന്നു, എങ്ങനെയാ വന്നേ? മാട്രിമോണി നമ്മളെ ഗ്രാനായ പത്രമുണ്ട്, ഒരു അപ്പനാദേശം എന്നും പറഞ്ഞു, അതിനകത്ത് കൊടുത്തതാണ്. അപ്പം അയാളെ അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇവന് കാരിത്താസ് ജോലിയുണ്ട്, 2 പെങ്ങന്മാരുണ്ട്, 2 പേരെയും കെട്ടിച്ചു വിട്ടു. പിന്നെ ഇപ്പം അതിൽ കൂടുതൽ എന്നാ പറയുന്നത്. ഞാനന്ന് 25 പവനും ഇതും 3 ലക്ഷം രൂപയും കൊടുത്തതാണ്. ചെന്ന് കഴിഞ്ഞപ്പം തൊട്ട് പിന്നെ അമ്മയും ഒരു നാത്തൂനുള്ളത് കെട്ടിച്ചിട്ട് ഭർത്താവ് വീട്ടിലല്ല, ഇവിടെ, അത് ഞാൻ അറിയുന്നില്ല, അവിടെയാണ് 2 പിള്ളേരുമായിട്ട് അവിടെയാണ് താമസം. സൗന്ദര്യമില്ല, നിറമില്ല എന്നൊക്കെ പറഞ്ഞ് മാനസിക പീഡനം തുടർകഥ ആയപ്പോൾ ജിസ്മോളും തുടർന്ന് തൻ്റെ ഭാവി ഏകദേശം തീരുമാനിച്ച അവസ്ഥയിലായിരുന്നു. ഇവിടെ നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ജിസ്മോളുടെ ഭർത്താവിനെ കുറിച്ചായിരിക്കും. ഇതൊക്കെ സംഭവിക്കുമ്പോൾ അയാൾ എവിടെയെന്ന് നാം ഓരോരുത്തരും അന്വേഷിക്കും. രാവിലെ ജോലിക്ക് പോയി രാത്രി വരിക എന്നതായിരുന്നു അത്രേ ഭർത്താവ് ജിമ്മിയുടെ ശൈലി. മാത്രമല്ല, അമ്മയെയോ വീട്ടിൽ താമസിക്കുന്ന സഹോദരിയെയോ മറുത്തു ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാധു മനുഷ്യൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ശരിയാണോ എന്നത് അന്വേഷണം തെളിയിക്കട്ടെ. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ, ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതാണ് ഞാൻ നിയമപരമായിട്ട് അങ്ങേ അറ്റം പോയി എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പോകും, ഏത് അറ്റം വരെ പോകും. അതേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. തലേദിവസം വിളിക്കുകയോ വല്ലതും പറയുകയോ ചെയ്തിരുന്നു? ഞാൻ UK നിന്ന് വിളിച്ചവള്, അപ്പോൾ അവൾ വിളിച്ചിട്ട് എടുത്തില്ല. വിഷുവല്ലേ, എടുക്കുന്നില്ലെന്ന്. വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു. അവിടെ എല്ലാവരുമായിട്ട് ഇവിടെ കൊച്ചിവിടെ ഓഫീസിലാണ്, ഇവിടെ ഓഫീസാണ്. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നപ്പോൾ തലയിൽ ഒരു പാടുണ്ട്. ഞാൻ ചോദിച്ചു തന്നെ പറ്റിയതാ മാനേന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഇത് കൊണ്ടതാന്ന് പറഞ്ഞു, കഥകിനിട്ട് പിടിച്ചതാണ്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പപ്പ ചേട്ടായി എന്നെ പിടിച്ച് ഭിത്തിക്കിട്ട് ഇടിച്ചതാന്ന് പറഞ്ഞു. നീ എൻ്റെ അടി പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് ഓർക്കാം. നീ പപ്പായോട് പറഞ്ഞെന്ന് പറഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി, എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്കൊരു കുടുംബം വേണ്ടേ. തന്നെയല്ല അവൾ വക്കീലാണ്, അവൾക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് ഏതറ്റം വരെ ഞാൻ നിയമപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ കുടുംബങ്ങളല്ലേ എന്നോർത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു. വീട്ടുകാരുടെ ഭാഗത്ത് മുതൽ പ്രശ്നങ്ങളൊക്കെ എനിക്കതൊന്നും ഇപ്പം പറയാനുള്ള മൂല്യം. ഭർത്താവ് മർദ്ദിച്ച് 1 പ്രാവശ്യം പറഞ്ഞില്ലേ, ഇനി ഇപ്പോഴും ഉണ്ട്. എനിക്കതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മടുത്തു. എന്തായാലും ജിസ്മോളുടെ അച്ഛൻ 2ാമതും കല്യാണം കഴിച്ചെന്ന വാർത്ത ജിസ്മോളെ ഉപദ്രവിക്കാൻ നല്ലൊരു വടി കിട്ടിയ പോലെയായിരുന്നു ജിമ്മിയുടെ വീട്ടുകാർക്ക്. ജിസ്മോൾ നിർബന്ധിച്ച് അച്ഛനെ കല്യാണം കഴിപ്പിച്ച പോലെയായിരുന്നു വീട്ടുകാരുടെ പിന്നെയുള്ള അവളോടുള്ള പ്രതികരണം. അതിനിടയിൽ ജിസ്മോൾ 2 കുട്ടികൾക്കും ജന്മം നൽകി. 2ാമത്തെ കുഞ്ഞ് ജനിച്ച ശേഷം പീഡനം കുറച്ചുകൂടി എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അവസാനം മീനച്ചിലാറ് 2 കുട്ടികളുമായി ജിസ്മോൾ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ താൻ മാത്രം മരണത്തെ സ്വീകരിച്ചാൽ തൻ്റെ മക്കൾ തന്നേക്കാൾ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് കുട്ടികളെയും മരണത്തിനൊപ്പം കൂടെ കൂട്ടാൻ കാരണം. സഭയുടെ നിയമങ്ങൾക്കൊക്കെ വിപരീതമായി അവസാനം ജിസ്മോളുടെ കല്ലറിൽ തന്നെ മക്കൾക്കും അന്ത്യവിശ്രമം കിട്ടി. എല്ലാവരും ഉണ്ട്. ജിമ്മിയുടെ മൂത്ത സഹോദരിയുണ്ട്. ആ സ്ത്രീ എൻ്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ അമ്മ പുള്ളിക്കാരി നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കുകൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു. പുള്ളിയെ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം പറയും. ചേച്ചി എന്നിട്ട് ചേച്ചി കിട്ടിയ ഫസ്റ്റ് കിട്ടിയ ഒരു കേസിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ആ പൈസ പുള്ളിക്ക് തീർത്തു കൊടുക്കുമായിരുന്നു. പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടത്തില്ല. എൻ്റെ കസിൻസിൻ്റെയൊക്കെ ഒരു കല്യാണത്തിന് ഞാൻ ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്ന്. വിടത്തില്ല അവർ. ചേച്ചീനെ പിടിച്ചിടിച്ചേക്കുമായിരുന്നു. പുള്ളിയുടെ
എനിക്ക് കൂടുതൽ പറയാൻ പറ്റും. ഭാര്യയെയും കുട്ടികളെയും നല്ല രീതിയിൽ നോക്കാൻ കഴിയാത്ത ജിമ്മിയെ പോലെയുള്ളവർ എന്തിനാണ് കല്യാണം കഴിച്ച് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുന്നത്? ഇത്രയും വിവരവും വിദ്യാഭ്യാസവും അറിവും ലോകപരിചയവും എല്ലാമുള്ള ഇന്നത്തെ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റും അഭിഭാഷകയുമായ ജിസ്മോളെ പോലെയുള്ളവർ എന്തിനാണ് ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് ഇനിയും മനസ്സിലാകുന്നില്ല.